കോഴിക്കോട് നഗരസഭ ബജറ്റ് വിവിധ സംഘടനകളുടെ സംയുക്ത യോഗം സ്വാഗതം ചെയ്തു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. കോഴിക്കോട് നഗരത്തെ മാലിന്യമുക്തമാക്കുക, സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുക, വയോജന ക്ഷേമം, സാഹിത്യ സാംസ്കാരിക വേദി, വലിയങ്ങാടി നവീകരണം, പാളയം മെഡിക്കൽ കോളേജ് ബസ് ടെർമിനൽ, എസ്കലേറ്റർ, സ്റ്റേഡിയം പാർക്കിംഗ്, OIT റോഡ് മേൽപ്പാലം, പകൽ വീടുകൾ ഉൾപ്പെടെ നിരവധി ക്ഷേമ പദ്ധതികൾ അടങ്ങിയ കോർപ്പറേഷൻ ബജറ്റ് സ്വാഗതാർഹമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ, ഡിസ്ട്രിക്ട് മർച്ചന്റ്സ് അസോസിയേഷൻ, ന്യൂ ബസാർ മർച്ചന്റ്സ് അസോസിയേഷൻ, കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ സംയുക്ത ബജറ്റ് അവലോകന യോഗം വിലയിരുത്തി. ബജറ്റിൽ വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ മലബാറിന്റെ വാണിജ്യ കേന്ദ്രമായ കോഴിക്കോടിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ഏറെ ഉപകരിക്കുമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ പ്രത്യാശ പ്രകടിപ്പിച്ചു. മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഷവലിയർ സി ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. സ്റ്റേഡിയം ജംഗ്ഷനിൽ ഒരു വെള്ളക്കെട്ട്, അവിടെ ഒരു ജംഗ്ഷൻ, ഒരു കരിക്കിന്റെ പണി കുറെ കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുക. പിന്നെ അതുപോലെ തന്നെ ബീച്ചിലെ അഗ്നിശമന സേനയുടെ ബദലൊന്ന് പണിയുന്നതിന് വേണ്ട സ്ഥലം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളിലും കൂടി കോർപ്പറേഷൻ ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് ഇതിനോടനുബന്ധിച്ച് നഗരത്തിലെ ചില സംഘടനകൾ സംയുക്ത യോഗത്തിൽ വന്ന അഭിപ്രായങ്ങൾ. ഡിസ്ട്രിക്ട് മർച്ചന്റ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് സെക്രട്ടറി CV ജോസി, ന്യൂ ബസാർ മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി CV ഗിവർ, കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CC മനോജ്, മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ സെക്രട്ടറി കുന്നോത്ത് അബൂബക്കർ, TP വാസു, റിയാസ് നേരോത്ത്, നോവെക്സ് മൻസൂർ, PK കുഞ്ഞൻ തുടങ്ങിയവരും സംസാരിച്ചു. MDC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, MC ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നെറ്റ്വർക്കിംഗ്, സഹകരണം, പരിശീലനം, മാർഗനിർദ്ദേശം എന്നിവയിലൂടെ വനിതാ സംരംഭകർക്ക് ശാക്തീകരണം നൽകുന്ന